ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള പള്ളിവേട്ട ഭക്തിസാന്ദ്രമായി. ആയിരങ്ങളെ സാക്ഷിയാക്കി ഭഗവാൻ നായാട്ടിനിറങ്ങിയതോടെ ക്ഷേത്രനഗരി ഉത്സവലഹരിയിലായി. ഗ്രാമപ്രദക്ഷിണം കഴിഞ്ഞ് കിഴക്കേ ഗോപുരത്തിലൂടെ ക്ഷേത്രമതിലകത്ത് പ്രവേശിച്ച എഴുന്നള്ളിപ്പ് വടക്കേ നടപ്പുരയിലെത്തി അവസാനിച്ചതോടെയാണ് പള്ളിവേട്ട ചടങ്ങുകൾ തുടങ്ങിയത്. ഭഗവാന്റെ തിടമ്പേറ്റിയ ആന ക്ഷേത്രമതിൽക്കെട്ട് കടന്ന് കിഴക്കേ നടപ്പുരയിൽ കല്യാണ മണ്ഡപത്തിന് സമീപത്തെത്തി നിന്നു. മാരാർ 3 തവണ ശംഖനാദം മുഴക്കി ഭഗവാന്റെ ആഗമനം അറിയിച്ചു. ആചാരക്രമമനുസരിച്ച് പുതിയേടത്ത് പിഷാരടി പന്നി മാനുഷങ്ങൾ ഹാജരുണ്ടോ എന്ന് 3 പ്രാവശ്യം വിളിച്ചു ചോദിച്ചു. ഇതോടെ വിവിധ പക്ഷിമൃഗാദികളുടെ വേഷമണിഞ്ഞ ഭക്തർ ആർപ്പുവിളികളുമായി ക്ഷേത്രത്തിനകത്തേക്ക് ഓടിക്കയറി. പുറകെ ഭഗവാന്റെ തിടമ്പേറ്റിയ ഗജവീരനും ക്ഷേത്രമതിൽക്കെട്ടിനകത്ത് കയറി. ക്ഷേത്രത്തിനകത്ത് 9 പ്രദക്ഷിണം പൂർത്തിയാക്കിയ ശേഷം ഭഗവാൻ വേട്ടയാടി പിടിച്ച മൃഗമെന്ന സങ്കല്പത്തിൽ പന്നിവേഷം കെട്ടിയ ആളെ തണ്ടിലേറ്റിയതോടെ പള്ളിവേട്ട ചടങ്ങുകൾക്ക് സമാപനമായി. പള്ളിവേട്ട ദർശിക്കാനായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർ പുലർച്ചെ മുതൽക്കേ ക്ഷേത്ര പരിസരത്ത് തടിച്ചുകൂടിയിരുന്നു. അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടതെങ്കിലും പോലീസും ദേവസ്വവും ചേർന്ന് കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി നിയന്ത്രിച്ചു.